പരാജയത്തിന്റെ വടികൾ കഠിനാധ്വാനം കൊണ്ട് ചവിട്ടിക്കയറി ബോളിവുഡിന്റെ ബാദുഷയായി മാറിയ ഷാരൂഖ് ഖാൻ കരിയറിൽ 32 വർഷങ്ങൾ താണ്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ 32 വർഷം ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ആരാധകർ ഒരുപോലെ ആഘോഷിക്കുകയാണ്. അത്തരത്തിലുള്ള വ്യത്യസ്ത ഫോട്ടോസും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നുമുണ്ട്. ഉദയ്പൂരിൽ നിന്നുള്ള കിങ് ഖാൻ ആരാധകർ കുട്ടികൾക്ക് കേക്ക് നൽകിയാണ് ആഘോഷം നടത്തിയത്. ഈജിപ്തിൽ നിന്നുള്ള ആരാധകരുടെ ആഘോഷങ്ങളുടെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ 30 വർഷങ്ങളിലേറെയായി ഇന്ത്യൻ സിനിമയിൽ ശ്രദ്ധേയമായ പങ്കാണ് ഷാരൂഖ് ഖാൻ വഹിച്ചിട്ടുള്ളത്. ഏതൊരു ഇന്ത്യൻ സിനിമ ആരാധകന്റെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള പേരാണ് ഷാരൂഖ് ഖാൻ. സീരിയലുകളിലൂടെ തുടങ്ങി പതിയെ പതിയെ വെള്ളിത്തിരയിലേക്ക് കാൽവെച്ച ഷാരൂഖ് ഖാൻ നേടിയെടുത്തത് ഒട്ടും എളുപ്പമല്ലാത്ത രാജപദവിയാണ്. സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് എത്താൻ ഇന്നും നടീനടന്മാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പ്രേക്ഷകർക്കറിയാം. സീരിയലിൽ നിന്ന് വരുന്ന താരങ്ങളോട് സിനിമ ഇൻഡസ്ട്രിക്ക് എന്നും ഒരു അകൽച്ച ഉണ്ടാകുന്നതായി കാണാറുണ്ട്. സീരിയലുകളിൽ മുഖ്യ കഥാപാത്രമായി നിന്നിരുന്നവർ സിനിമയിലെ ചെറിയ വേഷങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നതും സാധാരണയാണ്. അഭിനയ ശൈലിയിലെ വ്യത്യസ്തതയും ഇതിനൊരു കാരണം തന്നെയാണ്. എന്നാൽ കിങ് ഖാൻ ഇക്കാര്യത്തിലൊക്കെ വ്യത്യസ്തനാണ്. സ്റ്റൈല് കൊണ്ടും അഭിനയത്തിലെ പ്രത്യേകത കൊണ്ടും സംസാര രീതി കൊണ്ടുമൊക്കെയാണ് കിങ് ഖാൻ ബോളിവുഡിന്റെ കിരീടം ചൂടാത്ത മന്നനായി മാറിയത്. 1980കളിൽ TV സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടാണ് ഷാരൂഖ് ഖാൻ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. 92ൽ പുറത്തിറങ്ങിയ ദീവാനയിലൂടെ കിങ് ഖാൻ വെള്ളിത്തിരയിലെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. തുടക്കത്തിൽ നിരവധി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും പിന്നീട് ഒട്ടേറെ വിജയ ചിത്രങ്ങളുടെ ഭാഗമായി ബോളിവുഡ് സിനിമാ ആരാധകരുടെ ഹൃദയം അദ്ദേഹം കവർന്നു. അഭിനയ മികവിന് ഷാരൂഖ് ഖാൻ 14 ഫിലിംഫെയർ അവാർഡുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിൽ 8 പുരസ്കാരങ്ങളോളം മികച്ച അഭിനേതാവിനെ തേടിയെത്തിയതാണ്. 2005ൽ പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. സിനിമാ ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ മാനിച്ചായിരുന്നു ഈ ആദരവ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് കുടിയേറിയ കുടുംബമാണ് ഷാരൂഖ് ഖാന്റേത്. 15ാം വയസ്സിൽ ഷാരൂഖ് ഖാന് അമ്മയെ നഷ്ടപ്പെട്ടു. പിന്നീട് അച്ഛനാണ് അദ്ദേഹത്തെ വളർത്തുന്നത്. അഭിനയമാണ് മകന്റെ സ്വപ്നമെന്ന് മനസ്സിലാക്കിയ അച്ഛൻ ഡൽഹി ഇന്റർനാഷണൽ ഡ്രാമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഷാരൂഖ് ഖാന് അഡ്മിഷൻ എടുത്ത് പഠിപ്പിച്ചു. അതിനു പുറമെ പാർട്ട് ടൈമായി പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമായി അഭിനയത്തിന്റെ കോഴ്സ് പൂർത്തിയാക്കിയ ഷാരൂഖ് ഖാന് തന്റെ സിനിമാ പ്രവേശനത്തിന് മുൻപേ തന്നെ അച്ഛനെയും മരണത്തിലൂടെ നഷ്ടപ്പെട്ടു. ഇത് വലിയ വേദനയായി. ബോളിവുഡ് സിനിമയുടെ കോട്ട മുംബൈ ആണെന്ന് തിരിച്ചറിഞ്ഞ ഷാരൂഖ് ഖാൻ ഡൽഹിയിൽ നിന്നും അവിടേക്ക് ചേക്കേറുകയായിരുന്നു. എന്നാൽ നെപ്പോട്ടിസം അരങ്ങുവാഴുന്ന ഇടത്തേക്ക് അവസരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തഴയപ്പെട്ടു. അതിനുശേഷം അഭിനയിക്കാൻ കിട്ടുന്ന ഒരവസരവും മിസ് ചെയ്യാതെ തന്റെ അവസരത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കുമ്പോഴാണ് സീരിയലിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത്. ദൂരദർശനിൽ അദ്ദേഹം പല സീരിയലുകളും ചെയ്തു. ഒന്നും എളുപ്പത്തിൽ കിട്ടില്ല, കഷ്ടപ്പെട്ട് നേടുന്നതിന് മാത്രമേ നിലനിൽപ്പുണ്ടാകൂ എന്ന അച്ഛന്റെ വാക്ക് മനസ്സിലെടുത്ത് ഷാരൂഖ് ഖാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ദീവാന എന്ന ചിത്രത്തിൽ അവസരം ലഭിച്ചു. ആദ്യ ചിത്രം തന്നെ മികച്ച വിജയമായി തീർന്നതോടെ ബോളിവുഡ് സിനിമാ ലോകത്തെ വലിയ വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. പിന്നീട് ഷാരൂഖ് ഖാന്റെ വിജയം അതിശയിപ്പിക്കുന്നതായിരുന്നു. മറ്റ് നടന്മാരെ പിന്തള്ളിയുള്ള ഷാരൂഖിന്റെ ജൈത്രയാത്രയാണ് പിന്നീട് കണ്ടത്. ഷാരൂഖ് ഖാന്റെ അഭിനയത്തെക്കാൾ ആളുകളെ അതിശയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൂടിയാണ്. യാതൊരുതര ഹീറോ പരിവേഷവുമില്ലാതെ സാധാരണക്കാരോട് അദ്ദേഹം പെരുമാറുന്ന രീതി പ്രശംസകൾ കൊണ്ട് മൂടപ്പെട്ടു. തെരുവിൽ കിടക്കുന്ന ഭിക്ഷക്കാരന്റെ തലയിണയ്ക്കടിയിൽ പണം വെച്ചു പോകുന്ന ശീലമൊക്കെ ഷാരൂഖ് ഖാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പെരുമാറ്റ രീതി അദ്ദേഹത്തെ കൂടുതൽ ജനപ്രിയനാക്കി. ഒന്നുമില്ലാത്തിടത്തു നിന്ന് വന്ന ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയ നടൻ കൂടിയാണ് ഷാരൂഖ് ഖാൻ. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം 6010 കോടിയുടെ ആസ്തിയാണ് ഷാരൂഖ് ഖാൻ ഉള്ളത്. അദ്ദേഹത്തിന്റെ മന്നത്ത് എന്ന വീട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ 10 വീടുകളിലൊന്നാണ്. മന്നത്ത് വീട്ടിലെ ബാത്റൂം 10 ആഡംബര മുറികൾക്ക് സമമാണെന്നാണ് പറയപ്പെടുന്നത്. താൻ അവസരം ചോദിച്ച് നടന്ന കാലത്ത് ബക്കറ്റുമായി ബാത്റൂമിന് മുന്നിൽ ക്യൂ നിന്ന വേദനയിൽ നിന്നാണ് ഇത്രയും വലിയ ബാത്റൂം ഡിസൈൻ ചെയ്തതെന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഷാരൂഖ് ഖാന്റെ സീറോ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞത് മാനസികമായി അദ്ദേഹത്തെ തളർത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയും തുടർന്ന് അദ്ദേഹം അഭിനയം നിർത്തിയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അതിന് പിന്നാലെ സിദ്ധാർത്ഥ് ആനന്ദ്, അറ്റ്ലി എന്നിവരൊരുക്കിയ പഠാനും ജവാനും വഴി കിങ് ഖാൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തി. വെറും തിരിച്ചുവരവായിരുന്നില്ല, 1000 കോടികളുടെ ആധിപത്യത്തോടെയാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. 2000 മുതലാണ് ഷാരൂഖ് ഖാൻ മുഴുവനായി സിനിമയിലേക്ക് തിരിയുന്നത്. ഡ്രീംസ് അൺലിമിറ്റഡ്, റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സ് എന്നിങ്ങനെ 2 സിനിമാ നിർമ്മാണ സ്ഥാപനങ്ങളാണ് ഷാരൂഖ് ഖാന്റെ ഉടമസ്ഥതയിലുള്ളത്. ലണ്ടനിലെ പ്രശസ്തമായ മെഴുകു മ്യൂസിയത്തിൽ ഷാരൂഖ് ഖാന്റെ മെഴുകു പ്രതിമ സ്ഥാപിച്ചിട്ടുമുണ്ട്. 2007 ഏപ്രിലിലാണ് പ്രതിമ സ്ഥാപിച്ചത്. ഷാരൂഖ് ഖാന് അഭിനയ ജീവിതത്തിന് ഫ്രഞ്ച് സർക്കാരിന്റെ ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച താരമായി ഷാരൂഖ് ഖാൻ കഴിഞ്ഞ വർഷം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. എംപയർ മാഗസ് തിരഞ്ഞെടുത്ത എക്കാലത്തെയും മികച്ച 50 താരങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാരൂഖ് ഖാൻ മാത്രമാണ്. ലോക സിനിമയിലെ പ്രമുഖർക്കൊപ്പമാണ് അദ്ദേഹം പട്ടികയിൽ ഇടം നേടിയത്.